തിരുവനന്തപുരത്ത് നേമം റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട പാത ഇരട്ടിപ്പിക്കൽ നടപടി പുരോഗമിക്കുന്നതിന് പിന്നാലെ സമീപവാസികളൊക്കെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. പല വീടുകളിലേക്കുമുള്ള വഴി അടഞ്ഞു. അതാണ് പ്രശ്നം. സഞ്ചാരയോഗ്യമായ ഒരു അടിപ്പാത, അതാണ് അവിടെത്തുകാർ ആവശ്യപ്പെടുന്നത്. നേമം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള പാതയിലെ പ്രദേശമാണ് കോലിയക്കോട്. തൊട്ടടുത്ത സ്കൂളിലേക്കും ആശുപത്രിയിലേക്കും മറ്റാവശ്യങ്ങൾക്കും ഇവിടെയുള്ള ജനങ്ങൾ യാത്ര ചെയ്തു വരുന്നത് ഈ റെയിൽവേ പാളം മറികടന്നാണ്. എന്നാൽ നേമം ടെർമിനൽ വികസനവുമായി ബന്ധപ്പെട്ട് ട്രാക്കുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ യാത്രാ സൗകര്യം പാടെ നിൽക്കും. നിരവധി വീടുകൾ റെയിൽവേക്ക് വേണ്ടി എടുത്തിരുന്നു. അവർക്ക് പോകാൻ ഒരു വഴി ഉണ്ടായിരുന്നു. ഇപ്പോൾ റെയിൽവേ വികസനം വന്നു, അവരുടെ വീടുകൾ എടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് പുറകെ താമസിക്കുന്നവർക്ക് പോകാനുള്ള ഒരു വഴിയും ഇവിടെ ഇപ്പോൾ നിലവിലില്ല. വെള്ളായണി ദേവീക്ഷേത്രത്തിൽ 3 വർഷത്തിലൊരിക്കൽ നടന്നു വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മഹോത്സവത്തിലൊന്നാണ് ഇവിടെ കോലിയക്കോട് ദിക്കോലി മഹോത്സവം എന്ന് പറയുന്നത്. ഉത്സവ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരെ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന മാർഗ്ഗമാണ് ഇവിടെ റെയിൽ പാളം വികസനത്തിലൂടെ നമുക്കിവിടെ പെട്ടെന്ന് നഷ്ടമാവുന്നത്. വികസനത്തിനോ റെയിൽവേ ട്രാക്ക് വരുന്നതിനോ എതിരല്ലെങ്കിലും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഇത്രമാത്രമാണ്. ഒരു അണ്ടർപാസ് ചെറിയ രീതിയിൽ ഇവിടെ ഉണ്ട്. അതൊരു വെള്ളം പോകാൻ വേണ്ടിയാണ് സർക്കാർ അന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു ആംബുലൻസോ ഒരു ഓട്ടോറിക്ഷയോ പോകാനുള്ള ഒരു സംവിധാനമാണ് നമുക്കിവിടെ ആവശ്യം ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട റെയിൽവേ അധികാരികളെയും ജനപ്രതിനിധികളെയും കണ്ടു. ഒരു മറുപടിയും ഇതുവരെയും ലഭിച്ചിട്ടില്ല. പാത ഇരട്ടിപ്പിക്കൽ നടപടിക്കൊപ്പം തന്നെ യാത്രാ സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ ഇനി അതുണ്ടാവില്ലെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. വെള്ളം പോകുന്നതിനായി ഒരുക്കിയ സംവിധാനമായിരുന്നു ഇത് സഞ്ചാരയോഗ്യമാക്കിക്കൊണ്ട് ഒരു അടിപ്പാതയാക്കി വികസിപ്പിക്കുക എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് പ്രവീൺ നെല്ലിമൂടിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഒരു അടിപ്പാത വന്നാൽ തീരാവുന്ന പ്രശ്നമേ അവിടെയുള്ളൂ. അതിനായി എന്താണിപ്പോൾ തടസ്സമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സുനിഷ അയ്യല്ലൂർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. സുനിഷ എത്തിക്കഴിഞ്ഞാൽ സുനിഷ അത് പരിഹരിച്ചിട്ട് പോരുന്നതാണ് ഒരു പതിവ്. നമുക്ക് സുനിഷയോട് ചോദിക്കാം. സുനിഷ, വെരി ഗുഡ് ഈവനിങ്, ഹാപ്പി വിഷു. ഞാൻ പറയുകയായിരുന്നു പ്രേക്ഷകരോട്, സുനിഷ ഒരു പ്രശ്നം ഏറ്റെടുത്താൽ അത് പരിഹരിക്കുമെന്ന്. കാരണം അന്ന് വഴിയിലെ കുഴിയിലിറങ്ങിയ വഴി പ്രശ്നം എന്ന് പറയുന്നത് നാട്ടുകാർ മൊത്തം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് എത്തി. സ്ഥാനാർത്ഥികൾ പിന്നെ ആ വഴിയിലേക്ക് വരുന്നു. ആകെ മൊത്തത്തിൽ ആ വാർത്തയെ അങ്ങ് കത്തിക്കയറുകയായിരുന്നു. ഇവിടെ ഒരു അടിപ്പാത പണിയുന്നതിന് എന്താണ് തടസ്സം? സുനിഷ അവിടെ എത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജയ, ആദ്യം ഹാപ്പി വിഷു. ഈ പറഞ്ഞതുപോലെ നേമം സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഈ പാതയാണ് ഈ കാണുന്നത്. ഞാൻ നിൽക്കുന്ന ട്രാക്ക് അതാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മണ്ണെടുത്ത് നിൽക്കുന്ന സ്ഥലം കാണാൻ കഴിയും. ഇത് കോലിയക്കോട് എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ ഈ മണ്ണെടുത്തിരിക്കുന്നത് ഈ പാത ഇരട്ടിപ്പിക്കലിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവരാരും ഈ പാത ഇരട്ടിപ്പിക്കലിനോ അല്ലെങ്കിൽ ഇതിനോ ഒന്നും തടസ്സമല്ല. പക്ഷേ ഇവർ പറയുന്നത് ഈ ഒരു ട്രാക്ക് മാത്രം ഉള്ളപ്പോൾ ഇവർക്ക് ഇതിലൂടെ കടന്ന് പോകാൻ കഴിയുമായിരുന്നു. അതായത് തൊട്ടപ്പുറത്ത് ഒരു ഏകദേശം 1-2 കിലോമീറ്റർ അപ്പുറത്ത് നാഷണൽ ഹൈവേയിലേക്ക് കടക്കാൻ ഇവർക്ക് ഈ പാളം കടന്നാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ പാത ഇരട്ടിപ്പിക്കുന്നതോടുകൂടി പൂർണ്ണമായും ഇവരുടെ വഴി ഇല്ലാതാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവർ പറയുന്നൊരു കാര്യം, കൃത്യമായ ഒരു അടിപ്പാത ലഭ്യമായാൽ പൂർണ്ണമായും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ്. കാരണം ഈ പാത ഇരട്ടിപ്പിക്കലിൻ്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ പണി പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ ഒരു പക്ഷേ ഈ അടിപ്പാത തയ്യാറാക്കുകയാണെങ്കിൽ ആ പ്രശ്നം, ഇവരുടെ യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടും. പ്രധാനമായും ഈ റെയിൽപാളം കഴിഞ്ഞ് തൊട്ടടുത്താണ് ഈ ആശുപത്രി, സ്കൂളുകളൊക്കെ ഉള്ളത്. അപ്പോൾ കുട്ടികൾക്ക് പോകാനായാലും ആർക്കായാലും യാത്രാ സൗകര്യം കൃത്യമായി സൗകര്യപൂർവ്വം ലഭിക്കാൻ ഒരു അടിപ്പാത എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഏതായാലും ഈ നാട്ടുകാരൊക്കെ തന്നെയും ഇവിടെയുണ്ട്. ചേട്ടാ, പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, ഈ പ്രദേശത്ത് നിരവധി 100-400 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പം ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഇതുവഴി ഇപ്പോൾ 2 ട്രാക്കും കൂടെ വരെയാണ്. ഈ 2 ട്രാക്കും കൂടെ കഴിഞ്ഞാൽ മൊത്തം 3 ട്രാക്ക് ഇപ്പം നിലവിൽ വരുന്നു എന്നാണ് പറയുന്നത്. ഒന്നിപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഈ 3 ട്രാക്കും കടന്നാണ് ഇത് പോകേണ്ടത്. ഇതിപ്പോൾ കയ്യെത്താ ദൂരത്താണ് നാഷണൽ ഹൈവേ റോഡ്. അപ്പം ഇവിടെ പള്ളികൾ, അമ്പലങ്ങൾ, അതുപോലെ തന്നെ സ്കൂളുകൾ എല്ലാം തന്നെ ഉണ്ട്, മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ എളുപ്പം ഇതാണ്, ഹൈവേ ചെന്ന് കയറാനുള്ള എളുപ്പം മാർഗം ഇതാണ്. അപ്പോൾ ഈ 3 ട്രാക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ട്രെയിൻ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് കടന്നു പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം ഒരു നിലവിലൊരു ചെറിയൊരു വെള്ളം പോകുന്നതിന് വേണ്ടി ഒരു പാലം പോലെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതുവഴി എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആംബുലൻസിന് വരാനോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇവിടുത്തെ ജനങ്ങൾക്ക് അങ്ങോട്ട് പോകാനും വരാനുമുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വേറെ പുതിയതായി ഒരു അണ്ടർപാസ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ
ഉദ്യോഗസ്ഥരായ റെയിൽവേ ഡിവിഷൻ മാനേജർ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട MP, മന്ത്രിമാർ, അങ്ങനെയുള്ള എഞ്ചിനീയർ, ഇവരൊക്കെ എല്ലാം നമ്മൾ ഈ പ്രദേശത്തുള്ള റെസിഡൻസി അസോസിയേഷനും കോലിയക്കോട് ദിക്കുബലി ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് ഉണ്ട്, അവരുടെ എല്ലാവരെയും സാന്നിധ്യത്തിൽ ഒരു ഒപ്പിട്ട് ഒരു ഭീമ ഹർജി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ റെയിൽവേക്ക് എടുത്ത വീടുകളുണ്ട്, അപ്പോൾ അവർക്ക് മുമ്പേ വഴിയുണ്ടായിരുന്നു, ആ വഴിയും ഇപ്പോൾ പൊതുവെ അടഞ്ഞു കിടക്കുന്നു. അപ്പോൾ അവർക്ക് പോകാൻ ഇപ്പോൾ വഴിയില്ല. അപ്പോൾ അവർക്കും ഒരു വഴിയും കൂടെ ഇതിനോടൊപ്പം വേണമെന്നാണ് നമ്മളെ നാട്ടുകാരെന്ന നിലയ്ക്ക് എനിക്കിവിടെ പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു വഴി വരുമ്പോൾ എത്ര വീടുകളാണ് ഇതിന്റെ 400 വീടുകളാണ് ഈ ഭാഗത്ത് ഉള്ളത്. 400 കൂടുതലുണ്ട്. അപ്പോൾ ഈ 400 വീട്ടിലെ ജനങ്ങളും കുട്ടികളും ഇതുവഴിയാണ് എളുപ്പം, അല്ലെങ്കിൽ 2-3 കിലോമീറ്റർ ചുറ്റി പോകണം. അപ്പോൾ ഇത് ഹൈവേ ആണ്, ഒരു 200 മീറ്ററേ ഉള്ളൂ ഹൈവേ. അപ്പോൾ ആ ഹൈവേയിൽ എത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ 2 കിലോമീറ്റർ 2-2.5-3 കിലോമീറ്റർ ചുറ്റി പോകണേക്കാട്ടിയും എല്ലാവരും ഇവിടെയാണ്, ഈ വഴിയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ട്രെയിൻ വരുന്നു കഴിഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ടാണ്. അതുമല്ല ഇവിടെ വേറെ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ആവശ്യം എത്രയും പെട്ടെന്ന് അധികാരികൾ നടപ്പിലാക്കി തരണമെന്നാണ് നാട്ടുകാർ എന്നുള്ളതൊക്കെ എനിക്ക് പറയാനുള്ളത്. നിലവിൽ ഇപ്പോൾ ഇതിലൂടെ പോകാൻ കഴിയില്ലല്ലോ, ഇപ്പോൾ പറയുന്നത് അടിപ്പാത എന്നൊരു ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഹൈസ്കൂള്, അതുപോലെ പ്രൈവറ്റ് സ്കൂൾ ഇതൊക്കെ ഒരുപാടുണ്ട്, മസ്ജിദുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, ഹോസ്പിറ്റല്, ശാന്തിവിള. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചേട്ടൻ പറഞ്ഞതുപോലെ 400-500ഓളം കുടുംബങ്ങളുണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഈ വഴിയാണ് ആശ്രയം. നമുക്ക് പ്രത്യേകിച്ച് ഈ വഴി പോകുന്ന സമയത്ത് പ്രായമുള്ളവരൊക്കെ ഈ 3 ട്രാക്ക് കടന്നു പോകുമ്പോഴേ ഓക്കെ, ട്രെയിൻ അപ്പോൾ ഒരു അടിപ്പാത വരണം. കാരണം 2 ദിശകളിൽ നിന്നും 2 പാത ഇരട്ടിപ്പിക്കൽ എന്ന് പറയുമ്പോൾ കൂടുതൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ അവർക്ക് നേരത്തെ പോയതുപോലെ സുഗമമായി പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിലാണ് ഒരു പരിഹാരം വേണ്ടത്. സുനിഷ, ഇക്കാര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വിഷയം വന്നിട്ടുണ്ടോ? സുജ, ഏതായാലും സിറ്റിംഗ് MP എന്ന തരൂറിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. പരാതികൾ അടക്കം നൽകുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ സ്ഥാനാർത്ഥികളോടക്കം ഈ വിഷയം ഗൗരവപൂർവ്വം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നതാണ്. ഇവർ പറയുന്നത് പോലെ മറ്റൊരു പ്രശ്നവുമില്ല, പക്ഷെ ഒരു അടിപ്പാത വേണമെന്നൊരു ആവശ്യമാണ്. കാരണം നേരത്തെ ഇവിടെ ഒരു ചാല് പോലെ ഒരു ഇടമുണ്ടായിരുന്നു, അതൊന്ന് വികസിപ്പിച്ച് താഴെ അടിപ്പാതയാക്കി തന്നാലെങ്കിലും മതി എന്നതാണ് ഇവർ പറയുന്നത്. ഒരു ആംബുലൻസിന് പോകാനുള്ള ഒരു വഴിയെങ്കിലും പ്രധാനമായി ഉണ്ടാക്കി നൽകുക എന്നത് മാത്രമാണ് ആവശ്യം. ഏതായാലും അത് പരിഗണിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒരു ഭാഗം ഇവർ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഒരു 400ഓളം കുടുംബത്തിന് ഒരുപക്ഷെ വെറും 1 കിലോമീറ്റർ ചുറ്റി സ്കൂളിലേക്കോ ആശുപത്രിയിലേക്കോ പോകേണ്ടിടത്താണ് ഇപ്പോൾ കിലോമീറ്ററുകൾ അധികം 5, 7, 8 കിലോമീറ്ററുകളൊക്കെ ചുറ്റി പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഏതായാലും അതിനൊരു പരിഹാരം ഉണ്ടാകാൻ ഒരു അടിപ്പാത എന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സുനിഷ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നം അത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എത്രത്തോളം അവർക്ക് അനിവാര്യമായ ഒരു കാര്യമാണിത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതിൽ നമുക്കും ആ നാടിനൊപ്പം നിൽക്കാം. നേമത്ത് നിന്നാണ് ഇപ്പോൾ സുനിഷ അയലൂർ തത്സമയം വിവരങ്ങൾ നൽകിയതും അവിടുത്തുകാരുടെ വാക്കുകൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചതും.